ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ പറയാറുണ്ടല്ലോ, ഞായറാഴ്ചത്തെ വിശേഷം കുറേ ആയ സമയം തൊട്ടുള്ളതാണ് ഞാൻ സാധാരണ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പതിവ് പോലെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഡിവൈനും ഡോണും കൂടിയിട്ട് മാർക്കറ്റിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ അവർ ഇന്ന് നേരത്തോടെ പോയിട്ട് നേരത്തോടെ വന്നു കഴിഞ്ഞാൽ പരിപാടികളൊക്കെ കഴിയില്ലോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞങ്ങൾ 2 ആഴ്ച മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ രാവിലെ ഇറങ്ങി മാർക്കറ്റിൽ പോക്കൊക്കെ കഴിഞ്ഞിട്ടാണ് മടങ്ങി വന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പണികൾ കുറേ നേരത്തോടെ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഇന്നും ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ കഴിഞ്ഞ് മടങ്ങി വരും വഴി മറ്റേ ബിസ്മിന്ന് നമ്മുടെ പത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്തിരി ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും അതുപോലെ ആവാറില്ല. അപ്പോൾ അങ്ങനെ അവിടെ മാർക്കറ്റിൽ നിന്ന് ഒരു അപ്പാപ്പം കൊടുത്തതാണ് 2 ബലൂൺ പാച്ചുവിന് ചാക്കോച്ചന്. അങ്ങനെ അതും കൊണ്ട് കളിയാണ്. അപ്പോൾ അത് പൊട്ടിക്കലും ചാക്കോച്ചനെ സംബന്ധിച്ച് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. എന്നാലും എന്താ പറയുക, നമുക്കൊരു പേടി, അത് പൊട്ടിച്ച് കഴിഞ്ഞ് വായയിലേക്ക് എങ്ങനെ ആയോല്ലോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ ഇപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ എന്താ പറയുക, ചുമര് പിടിച്ച് നടക്കുക, കണ്ടൈമൊക്കെ പിടിച്ച് നടക്കൽ ആയിരുന്നു. അപ്പോൾ ഇന്നലെ പറയുന്നുണ്ട് വീട്ടിൽ ഫുൾ ടൈം നടക്കലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ചാൽ ഫർണിച്ചറുകൾ അടുത്തടുത്തുള്ള കാരണം പിടിച്ച് നടക്കാനായിട്ട് നല്ല സുഖമാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് ഒറ്റടി വെച്ചിട്ടാണ് മൂപ്പരിപ്പോൾ നടപ്പ് കേട്ടോ. അവൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ പോണ പോക്കിൽ കിട്ടിയതൊക്കെ എടുത്തിട്ട് താഴേക്കിടും. ഇപ്പോൾ സെറ്റീമ ആണെങ്കിൽ സെറ്റീമേലത്തെ ക്ലോത്ത് കുഷ്യനുകൾ ഒക്കെ എടുത്ത് ഇങ്ങനെ പതുക്കെ താഴെയിടും. അപ്പോൾ ചില സമയത്ത് കാണാം അതെടുത്തിട്ട് തലയിൽ വെച്ചിട്ട് നിൽക്കുന്നത്. അങ്ങനെ കുറേ കുറുമ്പും കാര്യങ്ങളും ആയിട്ട് ഇവിടെ ചാക്കോച്ചൻ മുന്നേറുകയാണ് കേട്ടോ. അപ്പോൾ ചായ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ പത്തിരി. എങ്ങനെ ഉണ്ടാക്കിയാലും നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആവാറില്ല കേട്ടോ. അപ്പോൾ ഞാനും ഡോണും ആദ്യം വരുന്നു, പിന്നെ ഡിവൈനും ഡിംപിളും ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഡാഡി 10:30 കുർബാനയ്ക്കാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഡാഡി ഇരുന്നത്. അങ്ങനെ 3 ട്രിപ്പായിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. കാരണം പിള്ളേർ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ചാക്കോച്ചൻ്റെ പിന്നിലൊരാൾ നിൽക്കുക തന്നെ വേണം. കാരണം ഓടിപ്പോയിട്ട് സെറ്റിയുമ്പോൾ കയറുക, നേരെ ജനലേമ്മ കയറുക. ഞാൻ ഒരു ദിവസം വീഡിയോ എടുത്ത് കാണിക്കേണ്ട കേട്ടോ. പക്ഷേ നമ്മളത് കാണിക്കാത്തത് ഇനിയിപ്പോൾ കുട്ടികളുടെ ഈ കോപ്പിറൈറ്റും കാര്യങ്ങളും സ്ട്രൈക്ക് കിട്ടാമോ എന്ന് പേടിച്ചിട്ടാണ് ഞാനത് കാണിക്കാത്തത്. മൂപ്പരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓടി കയറുക, നടക്കാൻ ഭയങ്കര വിഷമമാണ്. പക്ഷേ ഓടി കയറി ചാടി ജനലമ്മ കയറി നിൽക്കലാണ് മെയിൻ പണി. അപ്പോൾ ഒരാളെപ്പോഴും പിന്നാലെ ഉണ്ട് കേട്ടോ. അങ്ങനെ പട്ടിയുടെ ഇറച്ചി കൊണ്ടുവന്നു, സാധനങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞായറാഴ്ച ദിവസം നമ്മളുടെ ഏറ്റവും ബിസി ഡേ ആണ്. അപ്പോൾ ഡിംപിളിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് പാച്ചുവിന് വലിയ സുഖമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പല്ലിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ കുറേയൊക്കെ ഡിംപിളിനെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സമയം എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനും ഡിവൈനും കൂടിയിട്ടാണ് ഇന്ന് കിച്ചണിലേക്ക് നീങ്ങിയത് കേട്ടോ. അപ്പോൾ ഡിവൈൻ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെക്കുന്നതോട് കൂടിയിട്ട് ഞാനതൊക്കെ പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. മറ്റേത് ഇവർ 2 പേരും കിച്ചണിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് നിൽക്കാറ് പതിവ്. ഇതിപ്പോൾ ഡാഡീനെയും മോളെയും കൂടി അങ്ങോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം ഇപ്പോൾ അധിക ഭാഗം ആൻറ്റിക് സെക്ഷനാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് ഡിംപിളിനെ പറ്റുള്ളൂ. അതുകൊണ്ട് ഡിംപിളിനെയും ഡാഡീനെയും കൂടി അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഡിവൈൻ്റെ കൂടെ കിച്ചണിൽ നിന്നോട്ടെ. അപ്പോൾ ഞാനിങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങൾ പതുക്കെ ഒതുക്കി. അപ്പോൾ ഞാൻ ശരിക്കും കോഴിയുടെ കാലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഫില്ല് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഡാഡി പോയപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, കവറിലുള്ള പച്ചക്കറികൾ ആദ്യം കൊട്ടകളിലേക്ക് ആക്കും. എന്നിട്ട് അതിൽ നിന്ന് പെറുക്കി ഒതുക്കുക ചെയ്യുക. നല്ല വലിയ ഉള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഡിവൈൻ പറയായിരുന്നു പൊന്നു വില കൊടുത്തിട്ടാണ് ഞാൻ ആ ഉള്ളി വാങ്ങിയെന്ന്. അപ്പോൾ ഇന്ന് 2 തരം മീനാണ് കൊണ്ടുവന്നത്, ചാളയാതെ പിന്നെ വറ്റയ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞത്. പിന്നെ ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ചെയ്യാവുന്നൊരു കാര്യം കേട്ടോ. നമ്മളത് വാങ്ങിക്കുമ്പോൾ തന്നെ അവരോട് ബോൺലെസ് ആക്കി തരാൻ പറയുക. അപ്പോൾ അതായത് നമ്മളുടെ ആ പീസുകൾ കട്ട് ചെയ്യണതിന് മുമ്പായിട്ട് അവർ കംപ്ലീറ്റ് ഇങ്ങനെ വലിച്ച് ഊരി ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷവർമ്മയ്ക്ക് ഇതിനൊക്കെ പിന്നെ ഈ എന്താ പറയുക, കൊണ്ടാട്ടം അങ്ങനത്തേന് ഉപയോഗിക്കണ കാരണം അവർക്ക് ഇപ്പോൾ അത് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പം. അപ്പോൾ അത് വലിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം 2 വലിയ ബോക്സ് നിറച്ച് ബോൺലെസ്സാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വെട്ടി നുറുക്കി കഷ്ണാക്കി തരുകയാണ് ചെയ്യുക. അപ്പം നമുക്കത് വല്ല കഷ്ണിട്ട് വെക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക സൂപ്പ് വെക്കുകയോ
അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഈ എല്ല് പീസുകൾ മാത്രം. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വേസ്റ്റായി പോവില്ല. മറ്റേത് ഇവിടെ കുട്ടികൾ അധിക ഭാഗം എല്ലുമ്മയുള്ള ഇറച്ചി തിന്നാനായിട്ട് ഭയങ്കര പണിയാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. എനിക്ക് തിരിച്ചാട്ടോ, എനിക്ക് ചിക്കൻ എന്ന് പറയുമ്പോൾ എല്ല് വേണം, എന്നാലേ എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഈ ബോൺലെസ് വേണ്ടത് കാരണം ഞങ്ങൾ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യണത്. പക്ഷേ ഏറ്റവും നല്ല സംഭവമാണ് കേട്ടോ ബോൺലെസ്. ഒന്നും മാംസം ഒന്നും വേസ്റ്റ് ആവില്ല. എല്ല് വേറൊരു ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ അതെ, ഇത് നമ്മുടെ സെലറി, പിന്നെ നമ്മുടെ സ്പ്രിങ് ഓണിയൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒരേ ഭാഗങ്ങളാക്കി ഒതുക്കി മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ കൊട്ടയിലേക്ക് ഇടും, പിന്നെ കൊട്ടയിൽ നിന്നാണ് ഓരോ സെക്ഷനായിട്ട് പാത്രങ്ങളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അല്ലാണ്ട് ഒരുമിച്ച് അങ്ങോട്ട് പറ്റില്ല. അപ്പോൾ ദേ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഉള്ളി നന്നാക്കണം. അപ്പോൾ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ഒപ്പം ഇരുന്ന് സഹായിക്കാൻ കേട്ടോ. ഉള്ളി നന്നാക്കി കഴിഞ്ഞാൽ തോട് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുക. അപ്പോൾ അപ്പയുടെ ഫോൺ വന്നതാണ്. അപ്പോൾ അപ്പോട് വർത്താനം പറഞ്ഞ് പണിയെടുക്കണ കുട്ടി വേപ്പില ഉരിഞ്ഞിട്ട് ഇങ്ങനെ പാത്രത്തിലിടാൻ വേണ്ടി കാണിച്ചു കൊടുക്കുക ഡിമ്പിൾ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഒരുവിധം ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞു. ഇന്നങ്ങനെ കാര്യമായിട്ടുള്ള കുറേ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം എല്ലാതും ഉണ്ടായിരുന്നു. അതായത് ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് കയ്യോടെ വേവിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് കൂർക്കിയിട്ട് ഡിവൈൻ വെച്ചു. ബാക്കി അങ്ങനെ തന്നെ ഞാൻ ചൂടാറാൻ വെച്ചു. പിന്നെ ഇവിടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഒരൊറ്റ ചിക്കൻ വാങ്ങിയിട്ട് ബോൺലെസ്സും, അത് ബോൺലെസ്സാക്കി അവർ തന്നിട്ടുണ്ടായിരുന്നു. എല്ലുകളൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി പാത്രങ്ങളാക്കി. കുട്ടിച്ചാള വറുക്കാൻ കൈയോടെ പുരട്ടി വെച്ചു. പിന്നെ നമ്മുടെ വറ്റ കുട്ടികളെന്ന് പറഞ്ഞില്ലേ, അത് ഈ പറഞ്ഞ 2 സെക്ഷനാക്കിയിട്ട് ഒരു സെക്ഷൻ വറുക്കാനുള്ളതും ഒരു സെക്ഷൻ വെക്കാനുമായിട്ട് മാറ്റി വെച്ചു. പിന്നെ പച്ചക്കറികളൊക്കെ ഞാൻ അതാത് സ്ഥലങ്ങളിൽ ഒതുക്കി വെച്ചു. പിന്നെ ഇത് കൂന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വേവിച്ച് പിച്ചി അതും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനതൊക്കെ ഒതുക്കിയതിന് ശേഷം കൊണ്ട് ഫ്രിഡ്ജിൽ ഒതുക്കി. അപ്പോൾ ഫ്രിഡ്ജ് ഒരുവിധം അങ്ങോട്ട് ഫില്ലായി. അപ്പോൾ പട്ടിയുടെ ഇറച്ചി ഞാൻ വിചാരിച്ചു പിന്നെ ആയാലും കൊണ്ടുവന്ന് ഇതിൽ ഫില്ല് ചെയ്യാവുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് മൊത്തം ഫ്രിഡ്ജ് ഒതുക്കാൻ നിന്നു. ഫ്രിഡ്ജ് മൊത്തം ഒതുക്കി. അപ്പോൾ നമ്മളിങ്ങനെ ഒതുക്കുമ്പോഴാണ് പഴയ സാധനങ്ങളുണ്ടെങ്കിൽ കളയുക. അപ്പോൾ പഴയ സാധനങ്ങൾ കളയുക. അപ്പോൾ ഞാൻ പട്ടികൾക്ക് കൊടുക്കാനായിട്ട് ചോറിലൊഴിക്കാവുന്ന കറികളുണ്ടെങ്കിൽ ഞാനത് അവിടെ മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് കൊറിയർ ഒരു ഡ്രസ്സ് വന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ എനിക്ക് വരാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ XXL ആണ് സാധാരണ എടുക്കുന്നത്. അപ്പോൾ XXL ആകുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കയ്യിൻ്റെ അവിടെയും ഇതിൻ്റെ അവിടെയും ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റാണ്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വയറിൻ്റെ അവിടെ ഭയങ്കര ഫിറ്റാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ XXL ആണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ അങ്ങനെ ഇന്ന് എനിക്ക് കണ്ടമാനം സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സോപ്പും അതും ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വരുത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മേശപ്പുറം നിറച്ച് വലിച്ച് വാരിയിട്ടേക്കായിരുന്നു. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കുറേ ലേറ്റ് ആവണ വരെ പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോന്ന് ഇപ്പുറത്ത് ചെയ്യുമ്പോൾ അപ്പുറത്ത് കൂടെ ഓരോ പാക്കും കൊണ്ട് ഓടും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ്റെ അവിടേക്ക് ചെന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനിന്ന് ഒതുക്കാൻ നിന്നു. അവിടെ ചെന്നപ്പോഴാണ് കണ്ടത് സോപ്പിൻ്റെ മറ്റേ ലിക്വിഡ് ഡിറ്റർജൻറ്റ് പകർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ 2 5 ലിറ്ററിൻ്റെ വാങ്ങിക്കണത്. അപ്പോൾ അത് ഒരു ബോട്ടിലെടുത്തിട്ട് ഇങ്ങനെ പകർത്തി. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഒഴിക്കാനും എടുക്കാനൊക്കെ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇത് എന്താ അറിയോ, നമ്മുടെ പാച്ചുവിനെ പല്ലിൻ്റെ ഡെൻറ്റിസ്റ്റിനെ കൊണ്ടുപോയപ്പോൾ ആ ഹോസ്പിറ്റലിലത്തെ ഫെസിലിറ്റീസാണ് കേട്ടോ. അതായത് നമ്മൾ ഞാനൊക്കെ വിചാരിച്ച് എങ്ങനെയാണ് ഈ കുട്ടി പോയിട്ട് അവിടെ നിൽക്കാമെന്ന്. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല. അവർ ഓരോന്ന് കാണിച്ചിട്ട് അവനെ ഏതാണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സോഫ്റ്റ് ഓയിൽ ഇരിക്കണ പോലെ മുകളിൽ TV ആയിരുന്നു. അപ്പോൾ അത് നോക്കി ഇങ്ങനെയൊക്കെ എടുക്കുക. എന്തൊക്കെയോ ടെക്നിക്കുകൾ നമ്മൾ പറയില്ലേ, പുതിയ സംഭവങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കിച്ചണിൽ വെടുപ്പാക്കി. അപ്പോൾ ഡിവൈൻ്റെ വകയായിരുന്നു നിന്ന് ഫുൾ ഭക്ഷണം കേട്ടോ. അതായത് ചോറുണ്ടായിരുന്നു, നല്ല മീൻകറി. ഞാൻ എന്തോരം ചോറ് ഉണ്ടായത് എനിക്ക് തന്നെ അറിയില്ല. എനിക്കങ്ങനെ അധികം ചോറ് കഴിക്കാൻ പറ്റാത്തതാണ്, പാടുമില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്താ പറയുക കുറേശ്ശെ ആയിട്ട് 2-3 വട്ടമായിട്ട് കുറേ ചോറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലെ ഊണ്, അതായത് സാധാരണ നാടൻ ഊണ്, ഒരു ഇത്തിരി മീൻചാറും പിന്നെ ഇവിടെ എന്താ പറയുക കൂർക്ക ഇറച്ചിട്ട് വെച്ചതും പിന്നെ കുഞ്ഞി ചാള വറുത്തതും. ശരിക്കും ഒരു സാലഡും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി തന്നെ. പക്ഷേ ഭക്ഷണം കഴിക്കാതിരിക്കും ഇവിടെ ഓർത്തത്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും കുട്ടികൾ അവർ 2 പേരും അവരുടെ ക്രാങ്ങളുടെ ബോട്ടിൽ തിളപ്പിക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞ് അവർ പോയി കിടന്നു. ഡിവൈനും ഡോണും പോയി.
അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡാഡിയോട് പറഞ്ഞു നമുക്കൊന്ന് അക്കിയുടെ വീട്ടിലേക്കൊന്ന് പോവാം. കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഡാഡിയും അമ്മച്ചിയുടെ ആങ്ങളയുണ്ട് പുറത്തുണിച്ചൻ. അപ്പോൾ ഉച്ചയാകുമ്പോൾ വല്യമ്മയുടെ വീട്ടിലേക്ക് അമ്മച്ചിയും അപ്പച്ചനും കൂടി അങ്ങോട്ട് പോകും. അങ്ങനെ അവിടെ ഇരുന്ന് ചേട്ടത്തി അനിയത്തിയും വല്യപ്പനും അച്ഛനും ഒക്കെ ഇരുന്ന് കുറേ വർത്തമാനം പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് പോരാറാണ് പതിവ്. അപ്പോൾ ചേച്ചി ഇവിടെ തൊട്ടടുത്ത് വന്നപ്പോൾ എനിക്കതൊരു പൂതി എല്ലാ ആഴ്ചയും അങ്ങനെയൊന്ന് തുടർന്നാലോ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി. പക്ഷേ ആ നേരത്താണ് പാച്ചു ചുമച്ചൊന്ന് ഛർദ്ദിച്ചു. അവനാകെ ഡിസ്റ്റർബ്ഡായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇവിടെ ഇന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഡാഡിയും നല്ല ഉറക്കമാണ്. അപ്പോൾ വെറുതെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് ഇനിയിപ്പോൾ അതൊരു വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പണികൾക്കായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സ്വീറ്റ്സും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് 4 പേർക്കും ഓരോ ബോക്സിലാക്കിയിട്ട് ഞാൻ സ്വതവേ അങ്ങനെ ചെയ്യാം. എല്ലാവരുടെയും ഓരോ ബോക്സിലാക്കി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരവരുടെ ഇഷ്ടത്തിന് സമയത്തിനെടുത്ത് കഴിക്കാമല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാറില്ലേ, നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോഴേക്കും ആ സംഭവം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാകുമ്പോൾ അവർക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ അവർക്ക് എടുത്ത് കഴിക്കാം. അപ്പം ഇന്ന് കൂന്തളായിരുന്നു കേട്ടോ. ഡിവൈൻ്റെ സ്പെഷ്യൽ തന്നെയായിരുന്നു കൂന്തളും പിന്നെ മിൻറ്റ് ലൈം ഉണ്ടായിരുന്നു. ചപ്പാത്തി വാങ്ങി ഉണ്ടാക്കി. അങ്ങനെയാണ് ഇന്നത്തെ. അപ്പോൾ തോമൂനെ നിങ്ങൾ കാണാത്തത് എന്താ വെച്ചാൽ തോമൂന്ന് നേരത്തോടെ കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പകലൊക്കെ ഇപ്പോൾ ഒരു സമാധാനമുള്ളത് എന്താ പറയുക, കുട്ടികളെ ഞാൻ പകുതി കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ കുറേ ഒരു തിരക്കിനൊരു കുറവ് വന്നു. ഡിംപിളും ഡിവൈനും കൂടി എന്താ പറയുക ഡാഡിയും പിന്നെ ഞാനും കൂടി ആയപ്പോൾ കുറേ സമാധാനമായിട്ടോ. കാരണം മാച്ച് തുടങ്ങിയ കാരണം ഡാഡിക്ക് ഫുൾ ടൈം അതിൽ ഒരു 7 മണി തൊട്ട് അവിടെയാണ്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് ഇത് ഇരിക്കണ നേരത്ത് മാച്ചിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഭാരമായി തീരും. അപ്പോൾ കുട്ടികളെയും കൂടി ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേയൊക്കെ സമാധാനമായി. അപ്പോൾ അതേ നമ്മുടെ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര വർത്താനം കേട്ടോ. ഇപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു അക്കിയുടെ അവിടെ പോയി വന്നതിന് ശേഷം വർത്താനം കൂടിയും തോന്നുന്നുണ്ട്. കാരണം അക്കിയായാലും സംസാരിക്കും, പോൾസൺ പേപ്പനായാലും പിന്നെ വസന്തേച്ചി ആയാലും വസന്തേച്ചിയുടെ കൂടിയാണ് ഫുൾ ടൈം ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾക്ക് അവനെ ഇവിടെ വസന്തേച്ചി ഇവിടെ ഉണ്ടായിരുന്ന കാരണം നമുക്കതൊരു എന്താ പറയുക ധൈര്യമാണ്. പിന്നെ അക്കിക്കും അതെ കുട്ടികളെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ ഡിവൈൻ്റെ വീഡിയോയിൽ കണ്ടില്ലേ ചേച്ചി ഇങ്ങനെ ഇരിക്കണത്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരാളാണ് ആ ഇരിക്കണേന്ന് കണ്ടാൽ തോന്നില്ല. അപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് വീഡിയോയിലും കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ കണ്ടു നമ്മുടെ ചാക്കോച്ചൻ ചെയ്യണ പണിയുണ്ടോ, കോണിയും അതിങ്ങനെ കയറുക ഓടിപ്പോയിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് എത്ര നോക്കിയാലും എന്താ പറയുക കണ്ണ് തെറ്റിയ ഇവൻ്റെ പണി ഇതാണ് കേട്ടോ. അങ്ങനെ അവരും നേരത്തോടെ കിടന്നു. അപ്പോൾ ഡിംപിളിന് കളിയാക്കി 12 മണിയാകുമ്പോൾ ഞാൻ വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയേക്കായിരുന്നു ഡിവൈനെ. കാരണം എന്താ വെച്ചാൽ ഡിവൈൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതായത് നിങ്ങൾ ഈ കാണുന്ന ദിവസം ഒക്ടോബർ 7 കേട്ടോ. അങ്ങനെ അപ്പനും അമ്മയും മോനും കൂടിയിട്ട് പോയി. അപ്പോൾ തോമു ഞാൻ പറഞ്ഞില്ല ഓൾറെഡി നേരത്തോടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് 7-ാം തീയതി എനിക്ക് കുറച്ചധികം ഒന്നാമത് തിങ്കളാഴ്ച നിങ്ങൾക്കറിയാലോ പോസ്റ്റ് ചെയ്യാൻ ഇത്തിരി കൂടുതലുള്ള സമയമാണ് ദിവസങ്ങളാണ്. കാരണം ശനിയാഴ്ചത്തെ ഉച്ച തൊട്ടുള്ള ഓർഡറും കാര്യങ്ങളും ഉണ്ടാവും. ശനി ഞായർ തൊട്ടുള്ളത് വരുമ്പോൾ തിങ്കളാഴ്ച നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ കുറേ കുട്ടികൾക്ക് ചിലപ്പോൾ വിഷമം തോന്നുന്നുണ്ടാവും. ഇവർ രാവിലെ എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് 2:30 കഴിയാണ്ട് ഞാൻ ഫ്രീ ആവില്ല. അപ്പോൾ അതുകൊണ്ട് 2:30 കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ കുട്ടികൾ എന്താണാവോ എന്ന് വിചാരിക്കും. വേറെ ഒന്നുമല്ല, നമ്മൾ 2-2:15 വരെ 2 മണി കഴിയുമ്പോഴേക്കും അവിടെ പോസ്റ്റ് ഓഫീസിൽ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മണിക്ക് ഉള്ളിലായിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ എന്താ പറയുക ബില്ലാക്കി പോസ്റ്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലാക്കണം. അപ്പോൾ അതുകൊണ്ട് സാരികളും ഇതും ആൻറ്റിക്കിൻ്റെ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് പാക്കിങ്ങിൻ്റെ സമയം ഭയങ്കര തിരക്കിട്ട് നിൽക്കുമ്പോഴാവും ആരെങ്കിലും ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ 2:30-ക്ക് ശേഷം എന്ന് പറയുന്നത് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള മടി കൊണ്ടോ ഒന്നുമല്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി പെരുമാറിയ ആൻറ്റിക്ക് ഒരു സന്തോഷം കേട്ടോ. അങ്ങനെ അവരൊക്കെ കിടന്നതിന് ശേഷം ഞങ്ങൾ 3 പേര് ഞാനും ഡിംപിളും ഡാഡിയും കൂടിയിട്ടാണ് ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഇരുന്നത്. കണ്ടമാനുണ്ടായിരുന്നു. കാരണം നാളെ അതായത് ഇന്ന് ഡിവൈൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് പതിവ് പോലെ തന്നെ നമ്മൾ എപ്പോഴും പുറത്തുനിന്നൊരു ഭക്ഷണം അങ്ങനെയാണല്ലോ പതിവ്. അപ്പോൾ നാളെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നാളെ വൈകുന്നേരം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള അതുകൊണ്ട് തന്നെ ആ സമയം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ നാളെ എനിക്ക്
അതിനൊന്നിനും പറ്റില്ല. അപ്പം നാളത്തെ പകലൊരു 3-4 മണിക്കൂർ ഇന്ന് ഞാൻ രാത്രി എന്താ പറയുക, കടമെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ടമാനം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിമ്പിളും ഡാഡി ജസ്റ്റ് പോയി കിടന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ചായ കുടിച്ചിട്ടാണ് കിടന്നത്. കാരണം വിശന്ന് തുടങ്ങി. കാരണം സമയം അത്രയായിട്ടായിരുന്നു, കണ്ടോ എത്രയും 1:45. ഞാനിത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 2:30 സമയം കേട്ടോ. കാരണം ഇത് കഴിഞ്ഞ് ചായയുടെ ഇതും ബാക്കി ബില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നത്. കാരണം നാളെ പകൽ എനിക്ക് ഫുൾ പുറത്ത് പോകണം. ബർത്ത്ഡേ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ ഒരു ദിവസം തിരക്കാം. പക്ഷെ അത് നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് കിടന്നുറങ്ങുന്നത്. എന്നാലും എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവുള്ളൂ. എനിക്ക് നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല. അത് എനിക്ക് കിടന്ന ഉറക്കം വരില്ല. അതങ്ങനെ ഒരു ശീലമായിപ്പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് 7-ാം തീയതി, അതായത് തിങ്കളാഴ്ച ഡിവൈൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡിവൈൻ. അപ്പോൾ കുറേ കുട്ടികൾ വിഷുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഇതിൽ കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും 2 വാക്ക് പറയാനുള്ള സമയവും കിട്ടുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 5ാമത്തെ വർഷമാണ് ഞങ്ങളുടെ കൂടെ ഡിവൈൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു 5 തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ വർഷം ചെല്ലും തോറും ഓരോ പുതുമയുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം മാത്രമാണ് ഡിവൈൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവാണ്ടിരുന്നത്. പ്രസവിച്ച് കിടക്കുമായിരുന്നു. അപ്പോഴും നിഹാരയിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ വർഷത്തിൻ്റെ എന്താ പറയുക, ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ പ്രത്യേകതകൾ ഡിവൈനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ എന്താ പറയുക, ഉറങ്ങിക്കിടന്ന ഒരു വീട് ഉണർത്തി. പ്രത്യേകിച്ച് ഈ വർഷം ഭയങ്കര പ്രത്യേകതയുള്ള ബർത്ത്ഡേ ആണ്. ശരിക്കും മിസ്സസ് എന്ന് പറയാം, പള്ളിയിൽ നമ്മുടെ ഡിവൈൻ പറയണ പോലെ കുടുംബ ഡയറിയിൽ പേര് വന്ന കൊല്ലാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷം. നമ്മുടെ വീടിനെ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ബഹളം വന്ന് ഒരു ഉണർവ് വന്നു എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഡിവൈൻ വന്നതിന് ശേഷം. കാരണം നമ്മളുടെ ഫാമിലീനെ മുമ്പ് അറിയുന്നവർക്കറിയാം, വളരെ എന്താ പറയുക, ഒരു ബഹളം ഇല്ലാണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അധികം മിണ്ടില്ല. ഇവർക്ക് 3 പേർക്കും വേണ്ടി ഞാനാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഞാനൊന്നും മിണ്ടിയില്ലെങ്കിലും ഡിവൈൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു കഴിവും തൻ്റെ ഇടയ്ക്ക് ഉള്ളൊരു കുട്ടി തന്നെയാണ്. ദൈവം അറിഞ്ഞ് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ ഡാഡിയെ സംബന്ധിച്ച് ഒരു 2ാമതൊരു മകൾ, ഡോണിനെ സംബന്ധിച്ച് നല്ലൊരു പങ്കാളി, കുട്ടികളെ സംബന്ധിച്ച് നല്ലൊരു അമ്മ, എന്നെ സംബന്ധിച്ച് ഡിമ്പിളിൻ്റെ പോലെ ഒരു മകൾ, ഡിമ്പിളിനെ സംബന്ധിച്ച് നല്ലൊരു കൂട്ടുകാരി അല്ലെങ്കിൽ അനിയത്തി. പക്ഷേ അനിയത്തി ആയാലും സംഭവം അനിയത്തിയാണ്. പക്ഷേ ചേച്ചിയുടെ സ്ഥാനമാണ് ഡിവൈൻ കേട്ടോ. ചേച്ചിയുടെ പോലെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും എടുക്കാനൊക്കെ ഡിവൈൻ എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ കൂടി നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇത് അക്കിയുടെ കൂടെ. അപ്പോൾ അക്കിയുടെ ബർത്ത്ഡേ വിഷാണ്. ഇത് റോസ. ഇവരുടെയൊക്കെ എന്താ പറയുക, ഞാൻ ഡിമ്പിളിനേക്കാൾ കൂടുതൽ എന്ന് തന്നെ പറയാം, ഇവർ ഡിവൈന് അവരുടെ മനസ്സിലൊക്കെ ഒരു സ്ഥാനമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതണു. അപ്പോൾ ഇത് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ പേരിൽ ഡൗൺ ചെയ്ത പണിയാണ്. അപ്പോൾ എനിക്കതും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇതാണ് ഇവിടുത്തെ നാത്തൂന്മാരുടെ ഒരു മേളം. ഇനിയിപ്പോൾ നാളെയാണ് അടുത്ത ആഘോഷവും കാര്യങ്ങളൊക്കെ. അതൊക്കെ എന്താണ് ഏതാണെന്നുള്ളത് വഴിയെ പറയൂ കേട്ടോ. ഡിമ്പിളോ ഞാനോ ഡാഡിയോ അല്ലെങ്കിൽ ഡിവൈനോ ആരെങ്കിലും പറയും. ഇതിപ്പോൾ നമ്മുടെ ഗബ്രൂട്ടൻ അന്നേരം മോൻ ബർത്ത്ഡേ വിഷ് ചെയ്തത്. എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ആൻഡ്രൂ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ആൻഡ്രൂ എന്തോ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഗബ്രു മാത്രമാണ് വിഷ് ചെയ്തത്. അപ്പോൾ ഞാൻ വോയിസ് ഒന്നും കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ അവൻ നല്ല ക്യൂട്ടാണ്. അവൻ പാടണ കേൾക്കാൻ നല്ല ക്യൂട്ടാണ്. പക്ഷേ എനിക്കത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഗബ്രു അവയുടെ ബർത്ത്ഡേ വിഷും ഡിവൈൻ 90 കേട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും ഞങ്ങളുടെ കുടുംബത്തുണ്ടാവണം. പിന്നെ പ്രത്യേകിച്ച് ഡിവൈന് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. കാരണം കുറേ പ്രശ്നങ്ങൾ തള്ളിക്കളഞ്ഞ് വന്ന ഒരു മോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പ്രാധാന്യം ഞങ്ങളുടെ കുടുംബത്ത് ഡിവൈനുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഈ സ്നേഹം സന്തോഷവും നിലനിൽക്കാൻ വേണ്ടി നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ നാത്തൂനും ഏത് കാലത്തും ഇതുപോലെ ചിരിച്ച് കളിച്ച് നിൽക്കാനുള്ളൊരു അവസരം എൻ്റെ അമ്മച്ചിക്കും ഉണ്ടായിരുന്ന ഒരു നാത്തൂൻ റോസിയമ്മായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 2 നാത്തൂന്മാരുടെ പോലെ ഇവരും അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡിവൈൻ.